ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കേരള ഫിഷിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഫിഷിങ്ങിന് ഇറങ്ങിയിട്ട്, അപ്പോൾ ഇന്ന് ചുമ്മാ ഒന്ന് ഫിഷിങ്ങിന് ഇറങ്ങാമെന്ന് കരുതി. ഓൾറെഡി നമ്മൾ ഇന്നലെ ഇവിടെ ഫുജിറ കോർണേഴ്സിൽ വന്നപ്പോൾ നമ്മൾ ആളുകൾ മീൻ പിടിക്കുന്ന കണ്ടു. അപ്പോൾ സബക്കിട്ടാണ് അധികം മീൻ പിടിക്കുന്നതുണ്ട്. അത്യാവശ്യം സീമ ഫിഷാണ് അധികം കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ കണ്ണയിലാന്നൊക്കെ പറയും. ചെറിയ മീനാണ്. അപ്പോൾ അതിനെ പിടിക്കാമെന്ന് കരുതി വന്നതാണ്. അത്യാവശ്യം മീനുണ്ട് കേട്ടോ. വന്നപ്പോൾ തന്നെ നമുക്ക് പയ്യെ അടിച്ചു തുടങ്ങി. അത്യാവശ്യം മീൻ കിട്ടി തുടങ്ങിയപ്പോൾ നമുക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് കുറച്ച് നേരം കൂടി നിന്നിട്ട് മാക്സിമം മീൻ പിടിച്ചിട്ട് പോകാമെന്ന് കരുതി. കാരണം എന്തായാലും ഓഫുള്ള ദിവസമാണല്ലോ. പിന്നെ നമ്മുടെ റൂം കുറച്ച് ദൂരേക്ക് മാറി. പുതിയ റൂമിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം ബീച്ചിലേക്ക് വരാനുള്ള ദൂരവും കൂടി. അതാണ് മെയിനായിട്ടും ബീച്ചിലോട്ട് വരാത്തതിൻ്റെ കാര്യം. അതുകൊണ്ട് ഫിഷിംഗ് വീഡിയോസ് ഈ തവണ വളരെ കുറവായിരുന്നു. പിന്നെ ഈ സ്പോട്ട് എന്ന് പറയുന്നത് ഫുജിറയിലുള്ള അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പോട്ട് തന്നെയായിരിക്കും. കാരണം ഇവിടെ അത്യാവശ്യം മീനടിക്കുന്നതാണ്. എല്ലാ തണുപ്പ് തുടങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ ഈ സ്പോട്ടിൽ തന്നെയാണ് വന്ന് ഫിഷിങ് നടത്താറുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫിഷിങ് ഏകദേശം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടോ. അത് നമുക്ക് അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഇവിടെ ബോട്ടിങ്ങിൻ്റെ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വെള്ളം ഇപ്പോൾ ഭയങ്കര വെട്ടലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് മീൻ കിട്ടാൻ ഇനിയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പയ്യെ സ്റ്റോപ്പ് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും 2-3 കാസ്റ്റ് ഷൂട്ടിങ് ചെയ്തിട്ട് എന്താ അവസ്ഥയും നോക്കിയിട്ട് നമുക്ക് പോവാം.
അപ്പോൾ ഇന്നത്തെ ഫിഷിങ് ഏകദേശം ഇവിടെ തീരുവാണ്. നമ്മൾ പയ്യെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയേണ്ടവരാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോ. ഫ്യൂച്ചറിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് ചെയ്യണം. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കാരണം അത്യാവശ്യം നല്ല മീനടിക്കുന്നതാണ്. കാരണം നമ്മൾ ഇന്നലെ വന്നപ്പോഴും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മീനടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ കാര്യങ്ങൾ അറിയേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ ഇത്. അങ്ങനെ ഏകദേശം 2-3 കിലോ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ ഷോപ്പ് ചെയ്യാണ്. വേറെ ഒന്നുമില്ല, ഈ സീമ ഫിഷ് തന്നെ കിട്ടിയത്. അപ്പോൾ നമ്മൾ പോകുന്ന റോഡാണ് കേട്ടോ, ഇപ്പോൾ മണ്ണിട്ട് നികത്തി വന്നേക്കുന്ന റോഡാണ്. അപ്പോൾ ഈ റോഡൊക്കെ കാണുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ലൊക്കേഷൻ ഏതാണെന്ന്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.